എൻ്റെ ഷാൾഡത്തി നിങ്ങൾ ചായ അങ്ങോട്ട് കുടിച്ചോട്. ഇല്ല, നിങ്ങളിപ്പോൾ കണ്ടുവല്ലോ, നിങ്ങളെന്തോ പറഞ്ഞിക്കാം. വരുന്നവരോട് ആരോടൊന്നും പറയില്ല. നിങ്ങൾ പങ്ക് വെച്ചോ. വരുന്നവരോട് ആരോടൊന്നും പറയൂല. നല്ല പിള്ളേരായിട്ടിരിക്കുകയും എനക്കില്ലേ അറിയൂ ഇവിടെ എന്തെല്ലാം നടന്നു പോകുന്നല്ലോ. ഓ, എന്തെല്ലാം പറയണ്ടേ. ഓളും എന്തോ തീരുമാനിച്ചല്ലേ, ഓള് പറയുന്നതിൽ അപ്പുറമില്ല. ഓള് വരക്കുതാ നിങ്ങളവിടെ പോറ്, നിങ്ങളോരോട് സംസാരിക്കരുത്, നിങ്ങളെന്താ അങ്ങനെ ചെയ്തേ. അതായത് എൻ്റെ മോനായോണ്ട് എനിക്ക് പറയാൻ പറ്റൂല പെങ്കോന്തെന്നും. പക്ഷെ ഫുള്ള് ഓളൊന്ന് കണ്ണുരുട്ടിയ തീർന്നു. നമ്മളെ മുമ്പുന്നവരെ ഓനങ്ങനെ ഓളങ്ങനെ ചെയ്യും. ഓക്ക് ബാക്കിയുള്ള പുറത്തുനിന്നാരോ വരുവാണെങ്കിൽ ഓളെപ്പോലൊരു നല്ലയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ, നിങ്ങളോടെന്തോ പറഞ്ഞിക്കോള്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അമ്മ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിക്കോള്. എനിക്കറിയാം ഓളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എനിക്ക് ബേജാറാവണ്ട, എനിക്ക് സങ്കടമാവണ്ടെന്ന് വെച്ച് നിങ്ങൾ പറയൂല. എന്താ പറയുക ഓള്. പക്ഷെ ഓള് വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, ഞാൻ ഓളെ കൊണ്ട് അകം തുടപ്പിച്ച് കളഞ്ഞ് അടിച്ചു വാരിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ. ഞാനിപ്പോ ഓളോടൊന്നും പറയില്ല. അതെല്ലാം അന്ന് കഴിഞ്ഞു പോയേട്ടാ. ഇപ്പൊ ഞാൻ ഓളോടൊന്നും പറയില്ല. തിന്ന പാത്രം കൂടെ കഴുകണമെന്ന് ഞാൻ പറയില്ല. ഒക്കെ തോന്നിയുണ്ടോ ചെയ്യട്ടെ. നിങ്ങൾ പറ ഷാദത്തി, നമ്മളെല്ലാം കാലത്ത് എന്താ ഈ വീട്ടിൻ്റെ നമ്മളെ പുരിയൻ്റെ വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവലുണ്ടേനാ? നമ്മള് കല്യാണം കഴിഞ്ഞാല് ഒന്ന് അങ്ങോട്ട് നമ്മളെ വീട്ടിൽ പോവും, അല്ലാണ്ട് നമ്മളെ വീട്ടിൽ നമ്മള് പോക്കുണ്ടേനാ? ഇതങ്ങനെയല്ല കേട്ടാ. ഓട് ഇപ്പൊ 2 ദിവസം ആണെങ്കിൽ 1 ദിവസമൊക്കെ അവിടെ പോണം, എന്നിട്ട് ഇങ്ങ് വരും. ഒക്കെ ഇവിടെ മൊത്തത്തിൽ നിൽക്കാൻ പറ്റൂല. പറയൂ നിങ്ങളെ കാലഘട്ടമല്ല. പക്ഷെ എന്താ നിങ്ങൾ തന്നെ പറ. കേരി വന്ന ഈ പോരയല്ലേ ഓക്ക് പോരാ അല്ലേ? നിങ്ങൾ പറയണം. ഞാനിത് ആരോട് പറയാനാ? നമ്മളോട് ചോദ്യമില്ല, പറച്ചിലുമില്ല. ഇവിടെ പ്രഭേട്ടൻ നിങ്ങൾക്കറിയാം പ്രഭേട്ടൻ പണ്ടെങ്ങനെയാനു എല്ലാരും ഇല്ലേനു ഈ വീട്ടില്. ഞാൻ എപ്പോഴും ഏത് സമയം അടുക്കളയിലേനു. അന്നേരം പ്രഭേട്ടൻ അങ്ങ് പണിക്ക് പോവും, അങ്ങനെയൊക്കെ. ഇപ്പൊ പ്രഭേട്ടൻ എന്നെ കുറച്ച് അടുക്കളയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ച് സഹായിക്കും. അന്നേരോ അതുപോലെ എൻ്റെ മോനെ കൊണ്ട് ഓള് തിന്ന പാത്രമെല്ലാം കഴിപ്പിക്കാവാ. എൻ്റെ മോനെ ഞാൻ അങ്ങനെയാ വളർത്തിയ കേട്ടാ. ഓള് പറയും, എന്താ നിങ്ങളെ അച്ഛൻ പണിയെല്ലാം എടുത്തിരുന്നില്ലേന്നു. അപ്പൊ ഞാനും അച്ഛനും എനക്ക് അന്നത്തെ പോലെ ഓളെ പോലെ കഴിയുന്ന പ്രായത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്തിന്. നിങ്ങൾ പറ. കഴിയുന്ന പ്രായത്തിൽ ഞാൻ അങ്ങോട്ടോടി ഓല കൊത്തി വിറകെടുത്തു വന്ന് മഴക്കാലെല്ലാം ആവുമ്പോ എന്ത് പണിയേനു. നമ്മളെ വീടെല്ലാം നമ്മൾ കാണലുണ്ടേനാ. അമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം എന്താണോ പ്രഭേട്ടന് ഇഷ്ടം, അല്ലെ പ്രഭേട്ടൻ്റെ അമ്മക്ക് ഇഷ്ടം, അല്ലെ പ്രഭേട്ടൻ്റെ അച്ഛൻ എന്നാ ഇഷ്ടോ അതെല്ലാം ഉണ്ടായി കൊടുക്കല്. പിന്നെ മീൻ പൊരിച്ചോ അല്ലെങ്കിൽ എന്തോ മാംസം ചിക്കനാറ്റോ കിട്ടിയാലായി. ആണുങ്ങൾ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതങ്ങനെയൊന്നുമല്ലട്ടാ. ഓനാട് ഇരിക്കുന്നുണ്ട്, അപ്പാട് ഓളും കയറി അങ്ങ് ഇരിക്കൂ. എന്നിട്ട് എല്ലാം നോക്കി ഓളും അങ്ങ് കഴിക്കും. ഞാൻ എന്താ പറയതല്ല, ആരോട് പറയാനാ? നിങ്ങൾ പറ. പല ഇത് എനിക്കറിഞ്ഞൂടെ, ഇത് പുറത്തുപോയി പഠിച്ചതിൻ്റെ ആയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണുന്നേന്ന്. അവള് പറയും എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിന്, അതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ ജീവിക്കാന്നൊക്കെ. എൻ്റെ ഷാദത്തി എനിക്ക് വയ്യ.